സ്ട്രോബെറി ഒരെണ്ണം നട്ടാൽ തന്നെ അതിൽ നിന്ന് ഇഷ്ടംപോലെ തൈകളുണ്ടാവും. ഇതിങ്ങനെ വള്ളി പോലെ നീണ്ടു വരും. നീണ്ടു വന്നിട്ട് ഇവിടെ വന്നിട്ട് വേര് പൊട്ടി ഇവിടെ ഇതിന് വേര് പൊട്ടി തൈകളിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. നമ്മളത് പറിച്ച് കിടന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അതിന് തൈകൾ പൊട്ടും. ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ മിനിമം ഒരു 10 എണ്ണമെങ്കിലും ഒരു സ്ട്രോബെറി തൈയിൽ നമുക്ക് തൈകളുണ്ടാക്കാം. ആദ്യം ഞാനിത് ഈ ഫ്രൂട്ടിൻ്റെ മോൾ ഭാഗം ചെത്തിയെടുത്ത് ഉണക്കിയാണ് തൈ പാകിയത്. ഞാനിതെല്ലാം ഫ്രൂട്ട് നെറ്റിലിട്ട് വെച്ചേക്കുവാണ് ഈ കിളികൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വിത്ത് പാകിക്കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ പിടിക്കും ഇത് മുളയ്ക്കാൻ. വീണ്ടും ഒരു മാസം കൂടി പിടിക്കും, 3 മാസം കൂടി പിടിക്കും അതൊന്ന് വലുതാവാൻ വേണ്ടിയിട്ട്. അന്ന് ഇതുപോലുള്ള കാണ്ടങ്ങൾ മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം ആകുമ്പോഴേക്കും ഇഷ്ടം പോലെ ഉണ്ടാവും.